نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കത് മഴയൊക്കെ നല്ലപോലെ ലഭിച്ചു. അതുപോലെ തന്നെ അവർക്ക് നന്ദി കാണിക്കുക, അതോടൊപ്പം തന്നെ അവന്റെ ഖുർആൻ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ടും അവനോട് നിരന്തരമായി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവന്റെ നരകത്തിൽ നിന്ന് അഭയം തേടിക്കൊണ്ടും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിതത്തിലുടനീളം ചിട്ടയോടെ ജീവിക്കണമെന്ന് അത് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. ഞാനിവിടെ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 41-ാമത്തെ സൂറത്തായ സൂറത്ത് ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹാമീം സജദ 30, 31 ആയത്തുകളാണ് ഞാൻ ഇവിടെ ഓതി വെച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, നിശ്ചയമായ ഒരു വിഭാഗം ആൾക്കാർ അവർ പറയും റബ്ബുനല്ലാഹ്, നമ്മുടെ റബ്ബ് അള്ളയാണ്. അത് പറഞ്ഞാൽ മാത്രം പോരാ, പിന്നെ അതിന് അടിയുറച്ചു. അങ്ങനെയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അവസ്ഥയാണ് പിന്നോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പിന്നെ പറയുന്നത്. ആ മലക്കുകൾ വന്നിട്ട് ഇവരോട് പറയും, നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കണ്ട. ഇതേതാ മലക്ക്? മലക്കുൽ മൗത്തല്ല. മലക്കുൽ മൗത്ത് പിന്നെ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഊരിനെ പിടിക്കുന്ന മലക്ക് എത്തിയിട്ടില്ല.
അതിനു മുമ്പ് റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷവാർത്തയുമായി വരുന്ന മലക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അവർ പറയുന്നത് എന്താ? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഖേദിക്കുകയും വിഷമിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്. നഹ്നു ഔലിയാഉക്കും, തീർന്നില്ല, പിന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, നിങ്ങളുടെ ഈ അല്ലാഹുവിനെ നല്ല ഭംഗിയായ തഖ്വയോടെ ജീവിച്ച സമയത്ത് നിങ്ങൾ ഈ ദുനിയാവിലും ആഖിറത്തിൽ നിങ്ങൾ സഹായികളാണ് നമ്മൾ. അത് മാത്രമല്ല വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർഗ്ഗപ്രവേശനവും അതോടൊപ്പം നിങ്ങൾ മനസ്സാഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ അവിടെ ലഭിക്കും. എന്താണ് അതൊക്കെ? ഈ പറഞ്ഞതൊക്കെ എന്താണ്? നുസുലൻ, നുസുലൻ എന്ന് പറഞ്ഞാൽ എന്താ? വിരുന്ന സൽക്കാരം എന്നാണ് പറഞ്ഞത്. മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ അല്ലാഹുവിന്റെ വിരുന്ന സൽക്കാരമാകുന്നു. നോക്കി ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അയാൾ എത്ര ഭാഗ്യവാനാണ്. അതിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ മലക്കുകൾ വന്ന് പറയുന്ന രംഗം ഇത് കുറെ കഴിഞ്ഞാണ് മലക്കുകൾ മൗത്ത് വരുന്നത്. ഈ സന്തോഷ വാർത്ത കേട്ട് സന്തോഷത്തോടെ ഇരുന്ന് ശ്വാസിലേറ്റവും ശരി മരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു മരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ സന്തോഷവും വലുതാണ് പറഞ്ഞാൽ പറഞ്ഞു നിൽക്കാൻ പറ്റാത്തത്രയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഘട്ടത്തിൽ 2-3 ഘട്ടങ്ങളിൽ നമ്മുടെ പേര് പറയാതെ നമ്മൾ വിളിക്കുന്ന 2-3 ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ട്. അതായത് നമ്മളിപ്പോ സാധാരണ വിളിക്കുന്ന ആളുടെ പേര്, നമ്മുടെ നാട്ടിലാണെങ്കിൽ പുരപ്പേരും അവന്റെ പേരും, ഗൾഫിലാണെങ്കിൽ അവന്റെ പേരും പിതാവിന്റെ പേരും പിതാവ് എന്നതുപോലെ അങ്ങോട്ടുള്ള പേരുകൾ കൂട്ടി വിളിക്കുന്ന സമ്പ്രദായമാണ് പൊതുവെയുള്ളത്. അങ്ങനെ അല്ലാതെ പേരുകൾ വിളിക്കാതെ പേരിൽ അറിയപ്പെടാതെ 2-3 ഘട്ടം നമുക്ക് കടന്നു പോകാനുണ്ട്. ഒന്ന്, നമ്മൾ പ്രസവിച്ച ഉടനെ, നമ്മുടെ ഉമ്മ പ്രസവിച്ച ഉടനെ നമുക്ക് പേരില്ല. എന്താ വിളിക്കുക? എനിക്ക് മോന്ന് വിളിക്കുമല്ലേ, കുഞ്ഞുമോന്ന് വിളിക്കും, അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞെന്ന് വിളിക്കും, ഇങ്ങനെയൊക്കെ പറയാം. ഓരോ നാട്ടിൽ നെലിക്കനുസരിച്ചുള്ള വിളികൾ മാറും. ഇതേ കുട്ടി വളർന്ന് വന്ന് വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ആ വിവാഹത്തിന്റെ ദിവസം അന്ന് അവന് പേര് വിളിക്കൂലായിരുന്നു. പ്യാപ്പട ഇറങ്ങിയോ, പ്യാപ്പട പോയോ, പ്യാപ്പട എപ്പോഴാ വരിക, എത്ര മണിക്കാ വീട്ടിൽ നിന്ന് നൽകാൻ, ഇങ്ങനെ ചോദ്യങ്ങളുണ്ടാവുക. ആ വ്യക്തിയുടെ പേരാരും പറയാറില്ല. പൊതുവെ ചോദിക്കും എന്നാണ് ആരുടെ മകനാന്ന് ചോദിച്ചാൽ ആ പേര് പറയുമ്പോൾ എന്നല്ലാതെ അന്ന് ആ ഒരു ദിവസത്തേക്ക് മിക്കപ്പോഴും തുതിയാപ്പട എന്ന ഒരു പ്രയോഗമാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. അതേ വ്യക്തി തന്നെ മരണമടയുമ്പോ മരിച്ചു കഴിഞ്ഞാലും പേര് പറയില്ല. എല്ലാവരും അറിയുന്നത് എവിടെ നിന്നാണ് മരിച്ചത്, എപ്പോഴാണ് മരിച്ചത്, ഗൾഫിലാണോ മരിച്ചത്, എപ്പോഴാണ് മയ്യത്ത് വരുന്നത്. മയ്യത്ത് എന്നുള്ള വാക്ക് മാത്രമാണ്. മയ്യത്ത് എപ്പോഴാണ് എത്തുക, മയ്യത്ത് നിൽക്കാൻ എപ്പോഴാണ് മറവഴിയുക എന്നൊക്കെയുള്ള മയ്യത്ത്. ഇങ്ങനെ 3 ഘട്ടങ്ങൾ, 2 ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ട് മിക്കവാറും ആൾക്കാർ. 3-ാമത്തെ ഘട്ടം നമ്മളെ കാത്തിരിക്കും. അപ്പോഴേക്കും നമ്മൾ തയ്യാറാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാന്റെ അവസാന ഭാഗത്തുള്ള പറയുന്നത്, وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. നാളെ ഞാൻ എന്ത് സമ്പാദിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് ചിലപ്പോൾ കോടിയുടെ ആസ്തിയുള്ള ആളായിരിക്കും. നാളെ രാവിലെ എന്റെ കോടി കൂടി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഉണ്ടാവുകയില്ലെന്ന് ഒരാൾക്ക് പറയാൻ കഴിയും. ഞാൻ കുവൈറ്റിലുള്ള സമയത്ത് എന്റെ സ്വയം അനുഭവങ്ങളാണ് പറയുന്നത്. രാത്രി ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കുവൈറ്റ് ദീനാറിന്റെ ഉടമകളായ കുവൈറ്റികൾ കൃത്യമായി പറഞ്ഞ 1990 ആഗസ്റ്റ് 2 സദ്ദാം ഹുസൈൻ കുവൈറ്റ് പൊളിച്ചെടുത്ത സമയം ഞാൻ അവിടെ രാത്രി കോടീശ്വരന്മാരാണ്. അന്ന് കുവൈറ്റുകൾ എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഏറ്റവും മൂല്യമുള്ള ദീനാറാണ് കുവൈറ്റ് ദീനാർ. അതിനോട് മൂല്യമുള്ള ദീനാർ പൈസയോ ലോകത്ത് എവിടെയുമില്ല. അങ്ങനെയുള്ള ആൾക്കാർ രാത്രി ഉറങ്ങിയപ്പോൾ കോടീശ്വരന്മാരായി. രാവിലെ സദ്ദാമിന്റെ പട്ടാളം എല്ലാ സ്ഥലത്തും പിടിച്ചടക്കിയ സമയത്ത് അവരുടെ കയ്യിൽ കഴിക്കാൻ പോലുള്ള ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോൾ കോടീശ്വരനാണ്, രാവിലെ പട്ടിണി പാവമായിരിക്കുന്ന അവസ്ഥ. എല്ലാ ബാങ്കുകളുടെ മുമ്പിലും ഇറാഖ് മിലിറ്ററിയാണ്.
തലേന്ന് ശീലക്കാരി വേലക്കാരി കൊണ്ട് കളഞ്ഞ പഴകിയ ഭക്ഷണം കൂടി ആ കുവൈറ്റ് എടുത്ത് കഴിക്കുന്ന അവസ്ഥ കണ്ണോട് കണ്ടാണ് ഞാൻ. വിശപ്പ് കാത്തുപോലെ ഞാൻ കുളിക്കാൻ ഞാനേ ജനങ്ങൾക്ക് കാര്യമില്ല. 4 ജോലിക്കാരുടെ വീട്ടിലെ അവസ്ഥയും പറയുന്നത് അവർ രാവിലെ ആകുമ്പോഴേക്ക് പട്ടാളക്കാരൻ കണ്ടിട്ട് ഓടി എമ്പസിയിലേക്ക് പോയിരിക്കുന്നു എല്ലാവരും. ഇവരെഴുന്നേറ്റ് നോക്കുമ്പോൾ ആരുമില്ല, ചുറ്റും പട്ടാളം മാത്രം. കഴിക്കാൻ ഭക്ഷണമില്ല, ആഹാരമില്ല. ശമ്പളം എടുക്കുന്ന വ്യവസായം കൊണ്ട് വീട്ടിൽ സാധനം സ്റ്റോക്ക് ചെയ്തു. നമ്മളെ വാരി എഴുതി പറിച്ചു കുടിക്കാനോ തേങ്ങ തിന്നാനും നാളെ നിർത്തിയില്ല, മരുഭൂമിയാണ്. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ നമ്മൾ നാളെ എന്ത് സമ്പാദിക്കുന്നു, എന്ത് സമ്പാദ്യം ഉണ്ടെന്നൊന്നും ആരും അത്ര അഹങ്കരിക്കേണ്ട കാര്യം സംസാരിക്കില്ല. അതോടൊപ്പം ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും, ഏത് ഭൂമിയിൽ വെച്ചാണ് ഞാൻ മരിക്കാന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. നല്ലൊരു ഉദാഹരണം നമുക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പരിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ സൂറത്തായ സൂറത്ത് സബയിൽ 14-ാമത്തെ ആയത്തിൽ നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു എങ്ങനെ എവിടെ വെച്ച് മരിക്കുന്നതിന് ചെറിയ ഉദാഹരണം ഖുർആൻ എടുത്ത് പറയും. فَلَمَّا قَضَيْنَا عَلَيْهِ الْمَوْتَ مَا دَلَّهُمْ على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. على سليمان عليه الصلاة والسلام ലോകം പറപ്പിച്ചാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ ഒരു അനുഗ്രഹം സുലൈമാനെ കിട്ടിയ ശേഷം ലോകാവസാനം വരെ ഒരാൾക്ക് കിട്ടൂല. അത് ഗുണം പറഞ്ഞതാണ്. എല്ലാവരും പ്രാർത്ഥിച്ചത് അങ്ങനെ എനിക്ക് ശേഷം ആർക്കും ലഭിക്കാത്ത അത്ര ലോകത്തൊരാൾക്കും അങ്ങനെ ഒരു ഭരണാധികാരം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഒരാൾക്കും വരില്ല എന്ന് ഉറപ്പിച്ചു പറയും. സുലൈമാൻ അലൈഹി സ്വലാത്തിന്റെ അവസ്ഥ പട്ടാളങ്ങളിൽ ജിന്നുകളുണ്ട്. പക്ഷികളുടെ സംസാരം കേൾക്കാൻ മനസ്സിലായാൽ അറിയും. അതായത് എവിടെയെങ്കിലും മരുഭൂമിയെ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവിടെ വെള്ളമുണ്ടെന്ന് കണ്ടെത്താനുള്ള ഹുദുഹുദ് എന്ന പക്ഷിയെ കുറിച്ച് പുറത്ത് നബിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നോക്കിയാലും എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവാണ് സുലൈമാൻ അലൈഹി സ്വലാം. എല്ലാം കൊണ്ടും നാടടക്കി വെച്ച് ലോകൊട്ടാൽ വർദ്ധിച്ച് നടന്ന അത്രയും ഉഷാറാണ്. എല്ലാ നിലക്കും ഉറപ്പ് സംസാരിക്കുന്നത് കേൾക്കാനുള്ള കഴിവുണ്ട്. ജിന്നുകളോട് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള ശേഷി ഏത് പ്രവാചകനാണ് ആരോഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനത്തെ സുലൈമാൻ അലൈഹി സ്വലാത്തിന്റെ ചരിത്രം പറയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട കഥ സൂറത്ത് സബയിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിരുന്നത് فَلَمَّا قَضَيْنَا عَلَيْهِ الْمَوْتَ مَا دَلَّهُمْ عَلَى مَوْتِهِ إِلَّا دَابَّةُ الْأَرْضِ تَأْكُلُ مِنْ سَأَتِهِ فَلَمَّا خَرَّ تَبَيَّنَتِ الْجِنُّ أَن لَّوْ كَانُوا يَعْلَمُونَ الْغَيْبَ مَا لَبِثُوا فِي الْعَذَابِ الْمُهِينِ. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണത്തിലാണെന്നും അതല്ല ചില മണിമാളികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം ഒരു വടിയും കുത്തി ഇരിക്കുകയാണെന്നും നിൽക്കുകയാണെന്നും അവരെ മേൽനോട്ടം, അതായത് ജിന്നുകളെ മേൽനോട്ടം വഹിക്കാനുള്ള ശേഷി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്തതോടൊപ്പം സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിക്കാനും അതനുസരിച്ച് പിന്നെ പ്രവർത്തിക്കാനും ജിന്നിനോടുള്ള നിർദ്ദേശം കൊണ്ട് ജിന്നുകൾ നന്നായി പണിയെടുത്തത്. വടികുത്ത് എന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ആ നിന്ന നിൽപ്പിൽ മരണപ്പെട്ടുപോയി. പക്ഷെ ജിന്നുകൾ അറിഞ്ഞിരുന്നില്ല. ജിന്നുകൾ ഈ വലിയ സന്തോഷത്തോടെ എടുക്കുന്ന പണിയൊന്നുമല്ല, പേടിച്ചിട്ട് എടുക്കുന്നതാണ്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം പേടിച്ചിട്ട് എടുക്കുന്നതാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവും. എന്താ പറഞ്ഞ ഫലമ്മാ ഖദൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅത. അതായത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വടി കുത്തി നിന്ന വടിയുടെ മുകളിൽ മരിച്ചപ്പോൾ അതിന്റെ അറ്റം ചെതലരിച്ചിട്ട് ഈ സുലൈമാൻ അലൈഹിസ്സലാം മറഞ്ഞു കെട്ടി വീഴുന്നത് വരെ ജിന്നുകൾക്ക് അറിയില്ല സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ചങ്ങായി മരിച്ചത് ആദ്യം അറിഞ്ഞ നമ്മളോട് സ്ഥലപ്പെട്ട് പോകില്ലേ, നമുക്കറിയാൻ സാധിച്ചില്ല. ചെതലരിച്ച് മരണപ്പെട്ട് ഈ വീട് ശേഷം അറിയുന്നത് ഇദ്ദേഹം മരണപ്പെട്ടു പോയി.
ഈ ലോകത്ത് വലിയ വലിയ അനുഗ്രഹങ്ങളെന്ന് എനിക്ക് കാണാൻ ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരൂല. സുഹൃത്തുക്കൾ രണ്ട് അതുപോലെ സഭ വ്യത്യസ്ത സുഹൃത്തുക്കൾ നിങ്ങൾ നോക്കണം. സുലൈമാൻ അലൈഹിസ്സലാം കൊടുത്ത അനുഗ്രഹങ്ങൾ അങ്ങനത്തെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മരണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ഇപ്പൊ നമ്മളെ വീട്ടിലെ ഒരു കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവനോട് പറഞ്ഞു, മോനെ ആ പറമ്പിലേക്ക് ഒരു പാമ്പ് നീ പോന്ന് ഞാൻ കണ്ടു, മോൻ ശ്രദ്ധിക്കണം പറഞ്ഞു. പക്ഷെ പോയ പാമ്പിന്റെ ആ ഭാഗത്തേക്ക് കളിച്ച കുട്ടിയുടെ പന്ത് ഉരുണ്ടു പോവുകയും അതെടുക്കാൻ പോയ കുട്ടി അവിടെ പാമ്പ് കടിച്ച് മരിക്കുകയും ചെയ്തു. സ്വാഭാവികമായി നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കെന്താ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ആള് പോയിരുന്നു ഉറച്ച്. പക്ഷെ എങ്കിലും അറിയാതെ നമ്മൾ പറഞ്ഞൊരു വാക്കെന്താ? മോനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞ് കേൾക്കുമായിരുന്നു, എനിക്കിത് സംഭവിക്കും. ഇത് നമ്മൾ ഒരിക്കലും ഒരു മുമ്പിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. ലവ് കൂട്ടിച്ചേർത്ത് നമ്മളിത് പറയുന്നതിനകത്ത് പിശാച് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നമ്മൾ കരുതുന്നത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചതാണ്, ഒരു മനുഷ്യന് ഒരു സ്ഥലത്തേക്കാണ് മരണപ്പണി തയ്യാറെടുത്തിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് അയാൾ മരിക്കണം എന്ന് തീരുമാനിച്ചാൽ ആ സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുക. എന്തെങ്കിലും ഒരു കാരണം, ആ കാരണം ഈ കുട്ടിക്ക് ഒന്ന് ഭവിച്ചത് എന്ന് മുമ്പിനായി ഉപ്പ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടെങ്കിലും ആ പാമ്പിന്റെ കടിയേറ്റ് മരിക്കേണ്ടവനാണ് ഞാൻ, ഉറപ്പാണ്. പക്ഷെ എന്ന് കരുതി ആളുകത്തുന്ന തീയിലേക്ക് പോകുന്നതിന് തടയണ്ട എന്നോ, കുഴിയിലേക്ക് പോകാൻ പോകുന്ന അന്തനോട് മോനെ അങ്ങോട്ട് പോയല്ല ആ കിണറുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണ്ട എന്നൊന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അതൊക്കെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോകുന്ന ആളോട് ഉപദേശിക്കണം, ആ വഴിയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, അത് കൂലിയുള്ള കാര്യം. പക്ഷേ അങ്ങനെ തന്നെ സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ അത് ഞാൻ അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാൻ പറഞ്ഞത് അനുസരിക്കുമായി ഇങ്ങനെ ചെയ്യാമെന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല. അതുപോലെ തന്നെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തോട് മല്ലടിക്കുന്ന കഥ പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിൽ 133-ാമത്തെ ആയത്തിലെന്ന് പറഞ്ഞു. അത് നബിയോട് പറഞ്ഞു കൊടുക്കാൻ, أَمْ كُنْتُمْ شُهَدَاءَ إِذْ حَضَرَ يَعْقُوبَ الْمَوْتُ إِذْ قَالَ لِبَنِيهِ مَا تَعْبُدُونَ مِنْ بَعْدِي قَالُوا نَعْبُدُ إِلَٰهَكَ وَإِلَٰهَ آبَائِكَ إِبْرَاهِيمَ وإسماعيل وإسحاق ونحن له مسلم إلها واحدا ونحن له مسلمون. അതായത് യാക്കൂബ് നബിയുടെ അമ്മ പറയാം, യാക്കൂബ് നബിയുടെ മരണ സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഹാജർ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉണ്ടായിട്ടില്ല. നബിയുടെ എത്രയോ 1000 വർഷം മുമ്പ് യാക്കൂബ് നബി പോയിട്ടുണ്ട്. അപ്പൊ യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. യാക്കൂബ് നബി മക്കളെ വിളിച്ച് പറഞ്ഞെന്താ? ഇത് ശേഷം നിങ്ങൾ എന്തിനാണ് ആരാധിക്കുക? നിങ്ങൾ പഴയ വിഗ്രഹങ്ങളിലേക്ക് തിരിച്ചു പോവോ? ഇല്ല. പറഞ്ഞ് മക്കള് പറഞ്ഞു, ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദാ വനഹ്നു ലഹു മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും എല്ലാം ആരാധിച്ച അല്ലാഹുവിനെ മാത്രം ആരാധിക്കും, നമ്മൾ മുസ്ലിങ്ങളാണ്. നിങ്ങൾ ധൈര്യമായി നിൽക്കുന്ന ഉപ്പാക്ക് മനസ്സമാധാനം കൊടുക്കുന്ന മക്കളെയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ മക്കളെ ഒരു കുടുംബത്തിൽ നമ്മൾ വാർത്തെടുക്കാൻ ശ്രമിച്ച് കരുതി ചിലപ്പോൾ ആകണമെന്നില്ല. നമ്മളിപ്പോൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ വഴികളിലാകുന്ന മക്കളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമ്മൾ കൈയൊഴിയരുത്. ഉദാഹരണത്തിന് നൂഹ് നബിയുടെ കുടുംബത്തെയോ അതുപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയൊന്നും നന്നാക്കാൻ അവർ നബിമാർക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പിതൃവ്യനായ അബൂ താലിബിനെയാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. അബൂ താലിബ് ആരാ? നമുക്ക് നേരാക്കാൻ പറ്റാൻ കഴിയില്ല. അബൂ താലിബ് എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രംഗത്തും എല്ലാ ഘട്ടങ്ങളിലും അകമഴിഞ്ഞ് സഹായിച്ച വ്യക്തിയാണ്. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയില്ല. അതാണ് ഏത് ഘട്ടം വന്നപ്പോഴും അബൂ താലിബ് എല്ലാ മുശ്രിക്കുകളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ രക്ഷപ്പെടുത്തി എല്ലാ താങ്ങും തണലുമായി അബൂ താലിബ് മരണത്തോട് മല്ലടിക്കുന്നു. അബൂ താലിബ് നരകത്തിൽ പോകുക എന്നുള്ളത് റസൂലുള്ളാഹി ഇതേ ഒരു താല്പര്യമുള്ള കാര്യമല്ല, അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. അവസാനം മരണം വേളയിൽ ഇങ്ങനെ കിടക്കുമ്പോ അബൂ താലിബിനോട് പോയിട്ട് പറഞ്ഞു, പിതൃവ്യ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട ബാക്കി ഞാൻ അദ്ദേഹം തീർത്തോളാം. അദ്ദേഹം
ഞാൻ തർക്കിച്ചോളാം എനിക്ക് വേണ്ടി. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് ഖുറൈശി പ്രമാണിമാർ വന്നിട്ട് അബൂ താലിബിനോട് പറയുന്നത് എന്താ അറിയോ? എടോ, ഈ മുഹമ്മദിന്റെ വാക്ക് കേട്ട് നീ ദീനിലേക്ക് ഇവന്റെ മതത്തിലേക്ക് നീ പോവുകയാണെങ്കിൽ ഈ ഖുറൈശി കുടുംബത്തിൽ തറവാട്ടിൽ നിന്റെ വിലയെന്താ? ആ എന്നെ നിന്നെ കരുതുക. അതുകൊണ്ട് ഈ ജാതി ചൊപ്പടാക്കി നീ വീടുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയിക്കോ. അത് പറയലോടുകൂടി ആൾ തിരിച്ചുപോയി. സുഹൃത്താർക്ക് സങ്കടം അടക്കാൻ പറ്റിയില്ല. കാരണം എന്റെ പിതൃവ്യനാണ്, ജീവിതകാലം മുഴുവൻ എനിക്ക് എല്ലാ താങ്ങും തള്ളായി നിന്നാളാ. പക്ഷെ മരിക്കുന്നത് ജാതി എന്നല്ലാതെയാണ്. മുസ്ലിം ആവാതെ മരിക്കുന്നത്. സങ്കടം കൊണ്ട് താങ്ങാൻ കഴിയാത്ത റസൂലുള്ളാഹി പുറത്തു വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഖസസിൽ ആയത്തുമായിട്ട് വരുന്നു. അതായത് ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ് വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ വഹുവ അലം ബിൽ മുഹ്തദീൻ. റസൂലേ, താങ്കൾ ഉദ്ദേശിക്കുന്ന ആളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമാവുകയില്ല. ഹിദായത്ത് കൊടുക്കുന്ന അല്ലാഹുവിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സംരക്ഷിക്കുകയും നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ വേണം. പക്ഷെ വഴി തെറ്റാനാണ് അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ നമ്മൾ എന്ത് ശ്രമിച്ചിട്ടും കാര്യമുണ്ടാവില്ല. എന്ത് കേസും ശ്രമിക്കാതിരിക്കരുത്. കാരണം എന്തുകൊണ്ടാണ് ശ്രമിക്കാതിരിക്കുന്നത് പറയാൻ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മുടെ മക്കൾ നമ്മൾക്കെതിരായിട്ട് വരും. എന്താ പറയാ, എന്റെ ഒപ്പീനിയൻ എന്നെ പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ അവരെ മേത്ത് ഞാൻ കാലി വെക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ. അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ കർമ്മം, നമ്മൾക്ക് ഡ്യൂട്ടി നമ്മൾ മക്കൾ നേരെ ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് കരുതി അവരെ ഹിദായത്തിലാക്കാനോ അവരെ നേർവഴി കൊണ്ടാൻ നമുക്കാരും സാധ്യമാവുകയില്ല. പക്ഷെ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. മതത്തെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ സഹാബാക്കളൊക്കെ വളരെ താഴ്ന്നതോടുകൂടി തന്നെ ജീവിച്ചവരാണ്. മരിക്കുമ്പോൾ ഈമാൻ കിട്ടി ലായിലായിരുന്നു ശരിമൈക്കൾ അങ്ങേറ്റ ആഗ്രഹിച്ച വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. ദുനിയാവിനോട് വല്ലാതെ കെട്ടിപ്പുണർന്ന് ജീവിച്ചിട്ടില്ല അവർ. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മരിക്കുന്ന ഘട്ടം ഒരു വല്ലാത്ത രംഗമാണ്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ്. ആ നബി ആ സഹാബി മരിക്കാൻ കിടക്കുമ്പോ എന്താ പറഞ്ഞതറിയോ? സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞത്, മക്കളെ, 3 കാര്യം നിങ്ങളെ കുറിച്ച് ഞാൻ ഉപദേശിക്കും. 3 കാര്യങ്ങൾ. നിങ്ങൾ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും, ഏതൊരു കർമ്മം അല്ലാഹുവിന് വേണ്ടി കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ ചെയ്യുമ്പോഴും കാല നീല എന്നതിന്റെ പിന്നാലെ നിങ്ങൾ പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറയപ്പെട്ടു എന്ന രീതിയിൽ നിങ്ങൾ പോകാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാണിച്ചുവോ, എന്ത് പ്രവർത്തിച്ചുവോ, എന്ത് ചെയ്തുവോ അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നാട്ടിലും നാട്ടു നടപ്പും നാട്ടുകാരൻ ചെയ്യുന്നത് എന്താണോ അതാണ് എന്റെ ദീനെന്ന് നിലക്കാൻ നിങ്ങളെ പോക്കെങ്കിൽ അതിന്റെ കൂലി തരാൻ വേണ്ടി അള്ളാഹു ബാധ്യതയില്ല. രണ്ടാമത് കൊടുത്ത ഉപദേശം, മക്കളെ ഉടുത്തത് പുതക്കേണ്ടി വന്നാലും നിങ്ങൾ കടം വാങ്ങാൻ പാടില്ല. ഉടുത്തത് പുതക്കേണ്ടി വന്നാലും നിങ്ങൾ കടം വാങ്ങരുത്. കാരണം കടം വാങ്ങിയ ആൾക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാറില്ല കടം വീട്ടുന്നത് വരെ. അതുകൊണ്ട് അങ്ങനെ കടം നിങ്ങൾ വാങ്ങാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ജാഹിലിയ്യ കാലത്ത് പാട്ടും സംഗീതവും നൃത്തങ്ങളും വ്യഭിചാരവും ഒക്കെ ജീവിച്ച ആൾക്കാരാണ്. ഏതൊരു സമയം ഖുർആൻ ആകാശത്ത് നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ ഖുർആനിലാണ് നമ്മുടെ ജീവിതം. ഖുർആനാണ് നമ്മൾ വായിക്കുന്നതും ഓതുന്നതും കേൾക്കുന്നതും എല്ലാം. അപ്പൊ നിങ്ങൾ സംഗീതത്തിലോ പാട്ടിലോ അതുപോലെ കവിതയിലൊന്നും നിങ്ങൾ മുഴുക്കാൻ പാടില്ല. കാരണം അതായത് അത്ര പാട്ടുകളും അത്ര കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ കാപിച്ച് നിറയുകയും ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിലെ ഖുർആൻ എടുത്തറിയപ്പെടുകയും ചെയ്യും. അതിലേക്ക് മക്കളെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ ഒതുക്കി നിൽക്കണം. അപ്പൊ നമ്മളിപ്പോ ഉപ്പയൊപ്പേനെ മരിക്കുമ്പോ അവസാന മക്കളോട് ചെയ്യുന്ന ഉപദേശങ്ങൾ ഇതിനാണ് മുൻഗണന. അല്ലാതെ കുറെ സമ്പത്തുള്ള ആൾക്കാർ മോനെ ഈ എസ്റ്റേറ്റ് നീ നടത്തിക്കോ, ആ എസ്റ്റേറ്റ് നടത്തിക്കോ എന്ന് പറയുന്നതല്ല പ്രധാനം. അതെന്റെ നമ്മൾ പറഞ്ഞിട്ടെങ്കിൽ അത് നടത്തും. അതവർക്കറിയാം എന്താ വേണ്ടത്. അതൊക്കെ പറഞ്ഞു കൊടുക്കാനും വേണ്ട. ഏറ്റവും പ്രധാനം മതപരമായ കോണിൽ കൂടി മക്കൾക്ക് എന്താ അവസാനം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് മുൻഗണന. മറ്റൊരു പറയേണ്ട എന്നല്ല, അങ്ങനെയൊക്കെ ചെയ്യണം. മരിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ മരണത്തോട് ഏറ്റവും അപകടകരമായി ഇസ്ലാമിൽ വിശ്വസിക്കാതെ മരിച്ചു പോകുന്ന ആളുടെ കഥ ഖുർആൻ പറഞ്ഞത് സൂറത്ത് അൻഫാൽ. ഇത് ഒരു വിശ്വാസിയായിട്ട് അള്ളാഹു ഭയപ്പെട്ടിരിക്കുന്ന മറ്റൊരു മരണത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. അതല്ലാതെ കഴിക്കുന്നവരെ കുറിച്ച് സൂറത്ത് അൻഫാൽ 50-ാമത്തെ ആയത്തിൽ പറയുന്നത് അറിയാം.
ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم. അതായത് ഒരു സത്യനിഷേധിയായ എല്ലാം കൊണ്ടും അള്ളാഹുവിനെ നിഷേധിച്ചും ഇസ്ലാമിക ചട്ടങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ജീവിച്ച് ഒരാൾ മരിച്ചു. എന്താ പറയുന്നത്? നബിയോട് പറയുന്നത് വലൗ തറാ, താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ കാഫിറുകളായ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആൾക്കാരുടെ മലക്കൽ മൗത്ത് പിടിക്കുമ്പോൾ താങ്കൾ കണ്ടിരുന്നുവെങ്കിൽ അവരുടെ മുഖത്തും പിൻഭാഗത്തും മലക്കുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. മലക്കുകൾ അടിക്കുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കും? നമ്മൾ കാണും അടി, നമ്മുടെ മുമ്പിൽ ആളുണ്ടാവും, പക്ഷെ അടിക്കുന്നതും നമ്മൾ കാണില്ല. പക്ഷെ അവന് ശരിക്കും അടി കിട്ടുന്നുണ്ട്, നമ്മൾ കാണില്ല. നമ്മൾ ചിലപ്പോൾ മരണ വെപ്രാളത്തിന് നാവ് അടക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ചുണ്ടുണങ്ങുന്നുണ്ട്, കുറച്ച് വെള്ളം കൊടുക്കുന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്കൊന്നും അറിയാൻ സാധ്യമാവും അയാളെങ്ങനെ വെച്ച്. എന്നിട്ട് ആ മലക്കളാണ് പറയുന്നത് ഹരി, കഠിനമായ ശിക്ഷ നീ അനുഭവിച്ചടോ. എന്തുകൊണ്ടാണ് അത്? നീ നിന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. അടിമകളായ അടിയാന്മാരോട് അള്ളാഹു ഒരിക്കലും അക്രമം പ്രവർത്തിക്കുന്നതേ അല്ലാന്ന് മലക്കൾ ഇതിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്ര ആളെ ചുറ്റുണ്ടാവും. മനസ്സോട് മല്ലടിക്കും, അടുത്ത ആളുകൾ പെട്ടെന്ന് വിളിച്ചറിയിക്കും, ഇങ്ങനെ പറയുമല്ലോ. മക്കളിൽ തൊട്ടടുത്ത ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ മറ്റു ചിലതൊന്നും ഇപ്പൊ നമുക്ക് അറിയാൻ അത്യാസന്ന നിലയിലായ രോഗിനെ ഉടനെ ഐസിയിലേക്ക് എത്തി നെൽസ വിളിച്ച് പറയും ഇന്ന ആളുകളുണ്ടോ, ഇന്ന ആൾക്കാരെ ബന്ധുക്കളുണ്ടോ, അത് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ചുരുക്കം ചില ആൾക്കാർ ഇവിടുന്ന് മരിച്ചു പോകും. ഞാനെന്താ പറയില്ല, ഒരു നിലക്കും ഇത് മുന്നോട്ട് പോകില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പരമാവധി ഹോസ്പിറ്റലായിട്ട് മാറ്റി നിർത്തലാണ്. മാനമായി ഇരുന്ന് ജാഹിലാനത് ചൊല്ലി കുമ്പടത്തോട് ഒത്തിരി പറയാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ മനസ്സിലാക്കി സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. ഡോക്ടർമാരുടെ കൈയൊഴിഞ്ഞ് ഒരു നിലത്തേക്ക് മുന്നോട്ട് പോകാൻ വെറുതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി 40 രൂപ മക്കളെ നോക്കിയില്ല എന്ന് പറയുന്നതിന് വേണ്ടി കൊണ്ടുപോകേണ്ട കാര്യം. അപ്പൊ അതുകൊണ്ട് ആ മരണത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. ധാരാളം മരണത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെ കുറിച്ച് എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരണമാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ആരാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അറിയോ? മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പിന്നെ ആഗ്രഹിക്കാത്ത ഒരു തരുണി മണിയും ആ മക്കയിലില്ല. അത്ര സുന്ദരനാണ്, അത്ര വലിയ കോടീശ്വരനാണ്. അദ്ദേഹം ഇന്ന് ഉപയോഗിച്ച പെർഫ്യൂം നാളെ ഉപയോഗിക്കില്ല. അത്ര ഭയങ്കരനാണ്, വലിയ തറവാടിയാണ്, സുമുഖനാണ്. ഏതൊരു സ്ത്രീയും അദ്ദേഹത്തെ ആഗ്രഹിക്കുവാ നാട്ടിൽ. അത്ര ഭയങ്കരനാണ്. ഉമ്മയാണെങ്കിൽ കുനാസ് എന്ന് പേരുള്ള ഉമ്മയാണ്. ഉമ്മയാണെങ്കിൽ നല്ല കായികാഭ്യാസിയായ നല്ല പെണ്ണാണ്. പക്ഷേ ഇസ്ലാമിലേക്ക് മിസ്അബ് ബിൻ ഉമൈർ വരുന്നത് ഉമ്മാക്ക് ഇഷ്ടമല്ല. മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് ഈ പിന്മാറൂലേക്ക് ഞാൻ ഇങ്ങനെയാക്കുന്നത് കെട്ടിയിട്ട് അടിച്ച് തകർത്ത് നാശമുണ്ടാക്കി വെച്ചു. എങ്കിലും മിസ്അബ് ബിൻ ഉമൈർ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്ന് ശാസ്ത്രീയ ഏൽപ്പിച്ചില്ലേ. ഉമ്മാന്റെ വാക്കോ ഉപ്പാന്റെ വാക്കോ തട്ടാതെ കുടുംബത്തിന് സത്യമാക്കിയായി ഇസ്ലാമിന് വേണ്ടി ഉഹദ് യുദ്ധത്തിൽ പോരാടി. ആ ഉഹദ് യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കെ വലതുകൈക്ക് വെട്ടേറ്റം പറഞ്ഞു, മുഹമ്മദ് മുഹമ്മദ് നബി മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനല്ലാതെ എല്ലാന്ന് പറഞ്ഞ് ആ വാട് ഇടത്തെ കൈ വെച്ച് വെട്ടി. ആ കൈയും വെട്ടി മാറ്റിയപ്പോൾ പറഞ്ഞു മുഹമ്മദ് ഇല്ല. അതാണ് വരുന്നത് അദ്ദേഹത്തിന്റെ പറയുന്നത്. മുഹമ്മദ് നബി എന്നുള്ളത് കഴിഞ്ഞു പോയ പ്രവാചകനെ പോലെ മാത്രമാകും. മൂന്നാമത് നെഞ്ഞത്ത് കുത്തി കയറ്റി. അപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് അല്ലാഹു ഖുർആനിൽ കൊടുത്തു. സൂറത്തുൽ ആലി ഇംറാനിലെ 150 ആയത്തായിട്ട് അത് കൊടുത്തിരിക്കുന്നു. ആ മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറഞ്ഞാൽ മിസ്അബ് ബിൻ ഉമൈർ വരുമ്പോൾ സമ്പന്നനാണ്, ഇസ്ലാമിലേക്ക് വരുമ്പോൾ സമ്പന്നനാണ്, സുമുഖനാണ് എന്ന് പറഞ്ഞാലും മിസ്അബ് ബിൻ ഉമൈർ പറഞ്ഞാലും ശുപാർശ പറഞ്ഞാൽ ആരും അംഗീകരിക്കാതിരിക്കില്ല. എല്ലാം കൊണ്ടും ഉത്തമനാണ്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ മരിച്ചു കടന്നപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചപ്പോ ആ ഉള്ള തുണിയെ കൊണ്ട് തലമറിച്ച കാല് മറിയില്ല, കാല് മറിച്ച തലമറിയില്ല. എത്രയോ വെട്ടും കൊത്തുപോയി ചോരയിൽ കുളിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, തല മുതൽ ഇങ്ങോട്ട് മറിച്ച് കാലിന്റെ ഭാഗം പുല്ലുകൊണ്ട് കെട്ടിക്കുക. പുല്ല് മറിച്ചിട്ട് അവസാനം മിസ്അബ് ബിൻ ഉമൈറിന്റെ മുഖത്ത് നോക്കിയിട്ട് അവസാനം റസൂൽ പറഞ്ഞു, നീ സുമുഖനായിരുന്നു, ഇസ്ലാമിലേക്ക് വരുമ്പോ ഇതിന്റെ സുമുഖ്യം പോയി,
നീ സമ്പന്നനായിരുന്നു, ഇസ്ലാമിലേക്ക് വരുമോ, ഇപ്പൊ ഒന്നും നിന്റെ കയ്യിലില്ല, ഒരു തുണി മയ്യത്ത് മൂടാൻ പോലുള്ള തുണി പോലും ഇല്ല എന്ന് പറഞ്ഞ് നബി കൂടെ അരിഞ്ഞുപോയി വരുന്ന മയ്യത്ത് കണ്ടപ്പോൾ അവൻ അദ്ദേഹം പരലോകത്തേക്ക് പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മഹാഭാഗ്യമാന്റെ കൂടെ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വ ലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. Alhamdulillah rabbil alamin wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Alhamdulillah rabbil alamin. Amma ba'd. Ya ayyuhalladzina amanu taqullaha wa kunu ma'as sadiqin. അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും അവനെ ഭയപ്പെട്ടുകൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് വീണ്ടും ഉണർത്തുന്നു. ഞാൻ വിഷയം മാറ്റുകയാണ്. 1-2 ദിവസമായി നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരു വാർത്ത ലഹരി വിരുദ്ധ ദിനമാണ്. ലഹരി വിരുദ്ധ ദിനം ലോകത്തുള്ള പല ഭാഗങ്ങളിലും പല നാടുകളിലും പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ലഹരിക്കെതിരായിരിക്കുന്ന ഉത്ബോധനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ലഹരി ഉപയോഗിച്ചാൽ അതിന്റെ പ്രശ്നം എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്, പോലീസുകാരും അധ്യാപകന്മാരും ഒക്കെ ഭരണകൂടങ്ങൾ പോലും. പക്ഷെ ഇവിടെയുള്ള ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റ് മുക്കിനും മൂലയിലും ഔട്ട്ലെറ്റ് തുറന്ന് ഇഷ്ടംപോലെ കണ്ട് കുടിപ്പിക്കുകയാണ്. അത് നമുക്ക് ആർക്കും എത്താൻ കഴിയില്ല. കഴിഞ്ഞ ജനുവരിയിലും അതുപോലെ ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ കേരളം കുടിച്ചു തീർത്തത് റിക്കാർഡാണ്. ഭയങ്കര കുടിയ നടന്നത്. ഗവൺമെന്റ് ശക്തമായ സപ്പോർട്ട് കൊടുത്തത് കോടികൾ ഖജനാവിലേക്ക് വരുമ്പോഴാണ്. പക്ഷെ എങ്കിലും ഖജനാവ് ദാരിദ്ര്യത്തിൽ തന്നെയാണ്. എന്നിട്ടോ അതേ ഗവൺമെന്റ് കീഴിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നു. ഇത് വലിയ അപകടകരമായ പോക്കാണ്. മനുഷ്യർ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നമ്മള് ഇസ്ലാമിനെ കുറിച്ച് പറയും. ഈ ലഹരിയെ കുറിച്ച് ഇസ്ലാമിന് പറയാൻ എന്താന്ന് വെച്ചാൽ, ലഹരിയെ കുറിച്ച് ഖുർആനിൽ 3 ഘട്ടങ്ങളിലാണ് ആയത്തുകൾ ഇറങ്ങിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കത്ത് വരുന്ന സമയത്ത് 3 W, ഇതാണ് അറബി. 3 W എന്ന് പറഞ്ഞാൽ വാർ, വൈൻ ആൻഡ് വുമൻ. അതാണ് അറബികൾ. ഒന്നിക്ക് യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ കള്ളു കുടിക്കണം, അല്ലെങ്കിൽ പെണ്ണിനെ കൊടുക്കണം. ഇത് 3 അവരെ ജീവിതം. എന്നാലും ചെറിയൊരു പുൽക്കൊടി ഒരാളെ പറമ്പെന്ന് തിന്നാൽ കൊല്ലങ്ങളോളം വർഷങ്ങളോളം അതിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന ടീമാണ്. അത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കള്ളു കുടിക്കണം. അവർക്ക് അവരെ ജീവിതം കിട്ടുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് പെണ്ണുങ്ങളോടുള്ള ബലഹീനത. സ്ത്രീകൾ ഇഷ്ടംപോലെ വ്യഭിചരിക്കുക എന്നത് അറബികളുടെ ഇടയിൽ സമ്പ്രദായം അന്നത്തെ. വാർ, വൈൻ, വുമൻ. അതുപോലെ നമ്മുടെ തച്ചേരിക്കാരെ കുറിച്ച് കേൾക്കല്ലേ 3 C. സർക്കസ്, കേക്ക് എന്ന് പറയുന്നത്. സർക്കസ്, കേക്ക്, പിന്നെ ക്രിക്കറ്റ്. ഇത് 3 തച്ചേരിക്ക് അവകാശപ്പെട്ടതാണ്. പത്രത്തിൽ കാണും അല്ലേ? സർക്കസ്, കേക്ക് ആദ്യമായിട്ട് രക്ഷയില്ല. സർക്കസുകാരും അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ്. അതുപോലെ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് എങ്ങനെ മാറ്റിയെടുത്തത്? ഒരു സുപ്രഭാതത്തിൽ കണ്ടുപിടിക്കേണ്ട എന്നല്ല ഖുർആൻ പറഞ്ഞവരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂത്രമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്, അവരെ മാറ്റിയെടുത്തത്. ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണമെന്ന് അവർ കണ്ടുപിടി നിർത്തൂല. ആദ്യം അറിഞ്ഞ ഈ കള്ളുമായി ബന്ധപ്പെട്ട ആയത്ത് ഏതാന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിലെ 2ാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 819 ആയതാണ്. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പലപ്പോഴും നബിയോട് വന്നിട്ട് പറയാൻ എന്താ അറിയോ, നബിയെ ഈ മദ്യവുമായി വരുന്ന വിഷയങ്ങളിൽ അല്ലാഹുവിനോട് ഒരു വിശദീകരണം കാണാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയെ. നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമ്പത്തും അത് നശിപ്പിക്കുന്നു അല്ലാഹുവിന്റെ റസൂലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഉമർ ഖത്താബ്. അങ്ങനെയാണ് ഈ ആയത്ത് അർത്ഥം. അത് ആയത്തിന്റെ ഒരു കഷ്ണം മാത്രമല്ല, പൂർണ്ണമായി പറ്റും. എന്താ ചോദിക്കുന്നത് അറിയോ? يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما. ഇതാണ് ആദ്യമായി കണ്ണുമായി ബന്ധപ്പെട്ട ഒന്നായി. يسألونك عن
നിന്നോട് കണ്ണിനെ കുറിച്ച് ചൂതാട്ടത്തെ കുറിച്ച് അതായത് ലോട്ടറിയെ കുറിച്ച് ചോദിക്കും. അത് രണ്ടിന് വലിയ പാപങ്ങളാണ് ഉള്ളത്. ജനങ്ങൾക്ക് ഉപകാരമുണ്ട്. എന്താ ജനങ്ങൾക്കുള്ള ഉപകാരം? തൽക്കാലം മനുഷ്യന് സ്വസ്ഥത കിട്ടും, പിന്നെ മറന്ന് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അത് വിറ്റാൽ സമ്പത്ത് കിട്ടും, ശരീരത്തിന് താൽക്കാലികമായ ആനന്ദം കിട്ടും. ഇതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്, താൽക്കാലിക ഗുണങ്ങളാണ്. പക്ഷെ അപകടമാണ് കൂടുതൽ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അന്ന് അപകടം മാത്രം പറഞ്ഞു നിർത്തിയപ്പോൾ സത്യവിശ്വാസികളായ കുറെ സഹാബാക്കൾക്ക് അത് ഒഴിവാക്കി. പക്ഷെ എങ്കിലും അന്ന് കുടിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആ സ്ഥിതിക്ക് സഹാബാക്കൾ കുടി തുടങ്ങും. കുറെ ആൾക്കാർ പറഞ്ഞ് നിരോധിക്കാത്ത സ്ഥിതിക്ക് കുടിക്കുന്നതിന് വർഷമില്ല, അങ്ങനെ കുടി തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ചില സഹാബാക്കൾ കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വന്നു. കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വന്നപ്പോൾ നിലനിർത്തിയിട്ട് സംസാരിക്കുന്ന കാര്യമൊന്നും അറിയുന്നില്ല. ആൾക്കാർക്ക് പരസ്പരം അടുത്ത് നിന്നാണ് സംസാരിക്കുന്ന അവസ്ഥയൊക്കെ വന്നു. കുഞ്ഞായികൾ കാപ്പറിന് ഓതിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കുഞ്ഞായി കാപ്പറിന് ഓതി കുടിയന്മാർ പൂർത്തിയാക്കോ ഞാൻ അത് മാറ്റാടുപോലെ ഇങ്ങനെയൊക്കെ പോകും, അത് പൂർത്തിയാവില്ല. ലക്കും തീരക്കും വലിയ രീതിയിൽ വരൂല. ഇങ്ങനെ വന്നപ്പോഴേ അള്ളാഹു രണ്ടാമത്തെ ആയത് എന്താണെന്നറിയത്? സൂറത്തുൽ നിസാഇലെ 43-ാമത്തെ ആയത്. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون. വിശ്വാസികളെ നിസ്കരിക്കാൻ വരുമ്പോൾ കുടിച്ചിട്ട് വരാൻ പാടില്ല, കുടിച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്തെ അങ്ങനെ അപ്പോഴും ചെയ്തു. സഹാബാക്കൾ പറഞ്ഞു നിസ്കാരത്തിന് കുറേ സമയം വേണ്ട കുടിയിൽ നിർത്തും, പിന്നെ കുടി രാത്രിയായി. വീട്ടിൽ പോയാൽ കുറച്ച് കുടിച്ച് കിടക്കും, ഇങ്ങനെ രാവിലെ സ്മെല്ലും എല്ലാം പോകും, നോർമലാവും. ഇങ്ങനെ കുടിക്കും. അങ്ങനെ കുടിച്ചു കൊടുക്കുന്ന സഹാബാക്കൾ പിന്നെ മൂന്നാമത്തെ ഘട്ടത്തോടു കൂടി അത് കണ്ട് പൂർണ്ണമായി നിരോധിക്കുന്നത്. അപ്പോഴും ഭർത്താവ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു വിശദീകരണം കൂടെ നമുക്ക് വേണം നബി എന്ന് പറഞ്ഞപ്പോൾ അവസാനത്തെ വിശദീകരണമാണ് സൂറത്തുൽ മാഇദ, 5-ാമത്തെ സൂറത്തായ സൂറത്തുൽ മാഇദയിലെ 90-91 അവസാനം ഇറങ്ങി 3 ഘട്ടങ്ങളിലാണ് കള്ള് നിരോധിച്ചത്. അതായത് يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. അവസാനം അറിയാത്ത ഈ ആയത്ത് ഇറങ്ങിയിട്ട് ഈ വിവരം കൊണ്ടാണ് എന്താ അതിന്റെ അർത്ഥം അറിയോ? ഞാൻ കണ്ട് എന്നുള്ളത് വൽമൈസർ ചൂതാട്ടം, വല്ലൻസാബ് പ്രതിഷ്ഠ, വല്ലസ്ലാം അമ്പുപോലെ കൊണ്ടുള്ള പരീക്ഷണം, ഇതൊക്കെയും പിശാചിന്റെ പ്രവൃത്തിയാണ്. പഠിത്തരിവ് മാറിക്കളഞ്ഞ എല്ലാവർക്കും തുല്യങ്ങൾ വിജയിക്കും. ഇന്നമായി ഒരീതു ശൈത്വാൻ പിശാചിനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് കണ്ണിലും അതുപോലെ പൈസകളിലും അതായത് ചൂതാട്ടത്തിൽ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങളുടെ കുഴപ്പങ്ങളും ശത്രുത ഉണ്ടാക്കലാണ് പിശാചിന്റെ പണി. വഴങ്ങില്ല വാങ്ങിസ്ഥല അതുപോലെ നിങ്ങൾ അകന്നു പോവുകയും ചെയ്യും. നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ല. അങ്ങനെ കുറച്ച് സാബാക്കൾ ഇത് കേട്ട പറഞ്ഞു അവളെ നിർത്തി മതിയാക്കും. ഈ ഖുർആൻ വന്നപ്പോഴേ തൽഹാ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അനസറില്ലാഹു കണ്ടുവളക്കുകയാണ്, കണ്ടു കൊടുക്കണില്ല. അബൂ ഉബൈദ കുടിക്കുന്നുണ്ട്, ഉബൈബിന് കാര്യം കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞത് എല്ലാ സുഹൃത്തുക്കളെ കള്ള് മുഴുവനായി നിരോധിച്ചത് ആയത്ത് കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങളെ? അപ്പൊ അബൂ തൽഹ പറഞ്ഞു കണ്ണിന്റെ വീപ്പ മുഴുവൻ കുത്തി പൊട്ടിക്കുക. കുടിച്ച കള്ളൊക്കെ ആൾ കയ്യിലിട്ട് ഛർദ്ദിക്കാൻ തുടങ്ങി. കണ്ണിന്റെ വീപ്പ പോയിട്ട് മദീനത്ത് പുഴ ഒഴുകിയപ്പോൾ കണ്ണിന്റെ ഭാഗം കുടിക്കുന്നതിന് കെട്ടിനിന്ന സ്ഥലത്ത് നിന്ന് പൊത്തേ ഈത്തപ്പഴം അവർ തിന്നാറില്ല. അന്ന് നിർത്തിയവർ. അങ്ങനെ 3 ഘട്ടങ്ങളിലാണ് കണ്ണ് നിരോധിച്ചത്. നമ്മൾ ഇന്നലെ സ്ഥിതി എന്താ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ പണ്ടൊക്കെ ഒരു വ്യാപനം ചേച്ചി വരുമ്പോൾ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നാട്ടുകാർക്കെല്ലാം പറയാൻ കൂടിയാണ്. ഇന്ന് ലഹരി ബാധിച്ച് ഏത് ചെറുപ്പക്കാരനെ കുറിച്ച് അവൻ ലഹരിയുള്ളവരെ കണ്ടുപിടിക്കാൻ സ്വന്തം വീട്ടില് സ്വന്തം മകൻ സ്വന്തം റൂമില് അപ്പൊ കാട്ടിക്കൊണ്ടുവന്ന പേക്കൂട്ടുകൾ ഉപ്പാക്കും പറയാൻ കഴിയില്ല. അത്രമാത്രം സംവിധാനങ്ങളുണ്ട്. എന്തൊക്കെയോ ചേർത്തിന് ലഹരി ഉണ്ടാക്കുന്നത്. എന്താ കണ്ടെന്ന് പറഞ്ഞാൽ
ഏത് ലഹരി ഉണ്ടാക്കുന്ന കള്ളാണ്. ലോകാവസാനം വരെ എന്തൊക്കെ പുതിയ പുതിയ സാധനം മാർക്കറ്റിൽ ഇറങ്ങിയാലും അത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ പരിധിയിലാവില്ല. പണ്ടൊരു കള്ളുകൂടിയ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം കുടിയ നാട്ടിൽ ഏത് കുടിയന്മാരും ലഹരി ബാധിക്കുന്ന ഏത് ചെറുപ്പക്കാരനെ ആരും തിരിച്ചറിയാൻ കഴിയും. വീട്ടുകാർ അറിഞ്ഞാൽ തന്നെ അത് പൊത്തിവെക്കുക, സ്വകാര്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ കള്ള് അതുപോലെ തന്നെ കള്ളിനെ കുറിച്ച് പറഞ്ഞ ബുഖാരി മുസ്ലിം പറഞ്ഞ റിപ്പോർട്ട് എന്താ പറയുന്നറിയോ? കള്ള് കുടിക്കുന്നവൻ കുടിപ്പിക്കുന്നവൻ, വാറ്റുന്നവൻ വാറ്റിക്കുന്നവൻ, കൊടുക്കുന്നവൻ വാങ്ങുന്നവൻ, ഇവിടെയും നിൽക്കുന്നവൻ അത് എല്ലാവരും തുല്യം ശപിച്ചിരിക്കുന്നു എന്നാവും. അപ്പൊ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇത്തരം ലഹരി കുറിച്ച് ബോധവൽക്കരണം നല്ലത് തന്നെയാണ്. പക്ഷെ എന്താണ് ഇസ്ലാം നമ്മൾ പറഞ്ഞ 3 ഘട്ടങ്ങളിലാണ് ഈ ആയത്ത് നമ്മൾ ഇറക്കിയെന്ന് മനസ്സിലാക്കുക. നമ്മൾ പരിസരത്തുണ്ടെങ്കിൽ ഈ 3 ആയത്ത് എണ്ണി വെച്ചോ. സൂറത്തുൽ ബഖറയിൽ 219 1-ാം ഘട്ടം, സൂറത്തുൽ നിസായിൽ 43-ാമത്തെ ആയത്ത് 2-ാം ഘട്ടം, സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്തുൽ മാഇദയിലെ 90, 91 2 ആയത്തുകൾ 3-ാം ഘട്ടം. ഇതോടുകൂടി കണ്ണുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഖുർആൻ അവസാനിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തിന്മകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മക്കളെയും നാട്ടുകാരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗത്തിന് കൂട്ടത്തിൽ രോഗം കൊണ്ട് മറ്റു കഷ്ടപ്പെടുന്ന പലരുണ്ട്. അവരെല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും നീക്കി ആരോഗ്യം ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وذل الشرك والمشركين. اللهم انصر المسلمين والمؤمنين في كل مكان. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم وحد صفوفهم واجمع كلمتهم بالحق يا رب العالمين. اللهم ارفع عنا البلاء والوباء. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح، قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. يعتدلوا استقيموا فرأسوا صفوا المنوم من الناس ولا اعتدلك. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم.
سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. سمع الله لمن حمده. الله أكبر. الله أكبر. الله أكبر. الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله.